നമസ്കാരം. ചെങ്ങന്നൂർ പ്രോവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ ആൻറ്റി നാർക്കോട്ടിക്സ് ക്യാമ്പയിൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ദീർഘകാലം കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനമനുഷ്ഠിക്കുകയും ആൻറ്റി നാർക്കോട്ടിക്സ് സെല്ലിൽ വർക്ക് ചെയ്യുകയും കൂടാതെ ഡാൻസാഫ് അങ്ങനെയുള്ള കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പലവിധ സെക്ഷനുകളിൽ വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഈ ആൻറ്റി നാർക്കോട്ടിക്സ് ക്യാമ്പയിനുകളിൽ ഒത്തിരിയേറെ അനുഭവ സമ്പത്തുള്ള സുഹൃത്ത് കുമാർ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറിനെ ഈ ഒരു മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. സാറ് കേരള പോലീസിൽ എന്നാണ് ഏത് വർഷമാണ് ജോയിൻ ചെയ്യുന്നത്? ഞാൻ 94 ജോയിൻ ചെയ്ത് ഏകദേശം 30 വർഷത്തെ സർവീസ് ഉണ്ട് എനിക്ക് ചെയ്തത്. ഓക്കെ. അധികവും തൃശ്ശൂർ ഏരിയയിൽ തന്നെ ആയിരുന്നോ? തൃശ്ശൂർ തന്നെയാണ്. സ്റ്റാർട്ടിങ് ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ നന്ദാവനം ക്യാമ്പിൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അവിടെ ഒരു 2 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം തൃശ്ശൂർക്ക് വന്ന് എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് നിലമ്പൂരായിരുന്നു. കഴിഞ്ഞ് തൃശ്ശൂർ വന്ന് പിന്നെ 98 മുതൽ ഈ പറഞ്ഞ സ്ക്വാഡിൽ തന്നെയായിരുന്നു എൻ്റെ വർക്ക്. സാറിൻ്റെ സർവീസ് ഹിസ്റ്ററിയിൽ അധികവും ഈ ആൻറ്റി നാർക്കോട്ടിക് സ്ക്വാഡുകളിലായിരുന്നു സാർ ഉണ്ടായിരുന്നത്. ആക്ച്വലി ഒരു ഷാഡോ വിഭാഗം നമ്മുടെ മുൻപ് ഓരോ CAമാർക്ക് ഓരോ CI ലിമിറ്റിൽ ഒരു മുമ്പൊക്കെ വെച്ചിട്ട് ഒരു 3-4 സ്റ്റേഷൻ ലിമിറ്റ് ഉണ്ടായിരിക്കും ഒരു CAയുടെ കീഴിൽ. അപ്പോൾ CAയുടെ കീഴിൽ ഒരു 2-3 പോലീസുകാരുടെ ആയിരിക്കും. CD പാർട്ടി എന്നാണ് പണ്ടത്തെ പേര്. അങ്ങനെ CD പാർട്ടി ആയിട്ടായിരുന്നു 98 മുതൽ ഞാൻ തൃശ്ശൂർ രാധാകൃഷ്ണൻ സാറ് കീഴിലുണ്ടായിരുന്നത്. പിന്നീട് വിജയൻ സാറ് വന്നപ്പോഴാണ് അത് ഒരു ഷാഡോ പോലീസ് വിഭാഗമായത്. അതായത് ഓരോ CAമാരെ കീഴിലുണ്ടായിരുന്ന സ്ക്വാഡൊക്കെ ഒന്നാക്കി കമ്മീഷൻ കീഴിൽ ഒന്നാക്കി ഒരു 10 അംഗ ടീമാക്കി ഇട്ടൊരു ഷാഡോ സംവിധാനം അദ്ദേഹം തന്നെയാണ് കേരളത്തിൽ തന്നെ ആ സംവിധാനം കൊണ്ടുവന്നുള്ളത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ സ്ക്വാഡിൽ തന്നെയായിരുന്നു. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു താല്പര്യം ഇല്ലാതെ ഇത്രയും നാൾ ഈ ഒരു ഏരിയയിൽ സാർ വർക്ക് ചെയ്യില്ല. ഈ ആൻറ്റി നാർക്കോട്ടിക്സ് വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള പ്രചോദനം എന്താണ് സാർ? തീർച്ചയായും എന്നെ നിരവധി അമ്മമാരാണ് ഈ നാർക്കോട്ടിക്കിൽ പെട്ടിട്ട് ഈ ഇങ്ങനത്തെ അപകടാവസ്ഥയിൽ പെട്ടിട്ട് നിരവധി അമ്മമാരാണ് എന്നെ വിളിക്കാറ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ നമ്മളൊരു 4-5 പൊതികൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കേസായിരുന്നു. പിന്നീടാണ് അത് ആ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ പിന്നീട് അത് കൂടി വരുമായിരുന്നു. അപ്പം അതിൽ പെട്ടിട്ടുള്ള നിരവധി അമ്മമാർ തുടക്കം കാലഘട്ടത്തിലൊക്കെ വിളിക്കുമായിരുന്നു. എൻ്റെ മകൻ എന്നെ തല്ലണു, അല്ലെങ്കിൽ എൻ്റെ പെങ്ങൾ ഉപദ്രവിക്കണു, എന്നെ അമ്മയായിട്ട് കാണാൻ പറ്റുന്നില്ല, പലർക്കും TV അടിച്ച് പൊളിക്കണു. അങ്ങനെ നിരവധി ഇതാവുമ്പോൾ എനിക്കും സ്വാഭാവികമായിട്ടും ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു നമുക്ക് എന്തായാലും അതിനെതിരെ ഒരു ഫൈറ്റ് ചെയ്യും. അപ്പോൾ തല്ല് വഴക്ക് മറ്റു രീതികളൊക്കെ നമ്മൾ ചെയ്താലും അതൊക്കെ ഒരു പരിധി ഒരു വേണ്ട. പക്ഷേ നാർക്കോട്ടിക് ഇതിലൊക്കെ പെട്ടണമെങ്കിൽ ഒരു വിദ്യാർത്ഥി പെട്ടണമെങ്കിൽ പിന്നെ അവൻ്റെ ലൈഫ് മൊത്തം ഡാർക്കായി മാറും. അപ്പം അതെൻ്റെ മനസ്സിനെ കുറേ വ്യതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തീരുമാനിച്ചു എൻ്റെ മേഖല ഇത് തന്നെയാണ്. അപ്പോൾ എനിക്കൊരു ഓർമ്മയുണ്ട്, പ്രകാശ് സാറ് 2012 ഇപ്പോൾ IG P പ്രകാശ് കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ളൊരു ഓഫീസറാണ്. ഞാൻ 2 ഓഫീസർമാരാണ് എടുത്തു പറയാൻ എനിക്ക് പറ്റും. ഒന്ന് പ്രകാശ് സാറും ഒന്ന് വിജയൻ സാറും. ഈ പ്രകാശ് സാറാണ് 2012 ഞങ്ങളുടെ സ്ക്വാഡ് മൊത്തം ഷാഡോ പോലീസിലെ ഇതിൽ നാർക്കോട്ടിക്കായിട്ട് ആരൊക്കെ കൂടുതൽ താല്പര്യം എന്ന് പ്രകാശ് സാർ ചോദിച്ചപ്പോൾ എല്ലാവരും എൻ്റെ പേരാണ് പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ പിന്നെ പ്രകാശ് സാർ എന്നെ പറഞ്ഞു, താങ്കൾ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞ് ഫസ്റ്റ് ക്ലാസ് ക്രൈം സ്ക്വാഡ് ഉണ്ടല്ലോ സ്റ്റേഷൻ, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാ ഓഫീസർമാരും മന്തിൽ ക്രൈം കോൺഫറൻസ് വയ്ക്കും. അപ്പോൾ അതിൽ എന്നോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. പിന്നെ ആ ക്ലാസ് കഴിഞ്ഞ് പിന്നെ കാപ്പ ബോർഡിന് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും മറക്കാനാവത്ത് കാപ്പ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജഡ്ജി, ഹൈക്കോടതി ജഡ്ജുണ്ട്, പിന്നെ കളക്ടർമാരുണ്ട്, പിന്നെ ഓഫീസർമാർ, വരുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവർ മുമ്പിൽ വെച്ച് എനിക്ക് ഈ ഒരു ക്ലാസ് എടുക്കാൻ പറ്റും. എനിക്ക് അതിൽ ഓർമ്മ വരും വെച്ചാൽ
അന്ന് ആ തിരക്കിൻ്റെ ഇടയിൽ പ്രകാശ് സാർ നിർബന്ധിച്ചപ്പോൾ അതിലൊരു 5 മിനിറ്റ് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് അന്നത്തെ രാംകുമാർ ആയിരുന്നു കൊണ്ട് അന്നത്തെ ജഡ്ജി, അദ്ദേഹം 5 മിനിറ്റ് കേൾക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ ക്ലാസ് എടുത്ത് ക്ലാസ് മുഴുവൻ കേൾക്കുക. വേറെ ഒന്നുമല്ല, നമ്മുടെ അനുഭവങ്ങൾ പറയുമ്പോൾ മറ്റുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അനുഭവങ്ങൾ പറയുമ്പോൾ അത് ഒരു അതെടുത്ത് ഉൾക്കൊണ്ടേ പറ്റും. അത് അങ്ങനെയാണ്. സാർ ഏത് വർഷമാണ് ഈ ഒരു ഇപ്പോൾ ഒരു റെയ്ഡിലേക്കൊക്കെ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റിയിലേക്കൊക്കെ പോയി തുടങ്ങി? ഇന്ന് ഒത്തിരിയേറെ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ അത് അന്നൊക്കെ എന്തായിരുന്നു തുടക്കകാലത്ത്? തുടക്കം 2020 വരെ ഈ പറഞ്ഞ രാസലഹരി ഉണ്ടായിരുന്നില്ല. അന്ന് കഞ്ചാവ് തന്നെയായിരുന്നു. കഞ്ചാവുണ്ട്, പിന്നെ ചരസുണ്ട്, പിന്നെ ഹാഷിഷ് ഓയിൽ, അതൊക്കെയായിരുന്നു 2020 വരെ വന്നുള്ളത്. തൃശ്ശൂർ, കേരളം മൊത്തം ഈ 2020 ആ കാലഘട്ടത്തിലാണ് ഈ രാസലഹരി കൂടി വന്നത്. അതിന് മുമ്പും ഈ പറഞ്ഞ കോഴിക്കോട്, എറണാകുളം മേഖലകളുണ്ട്. പക്ഷെ മറ്റുള്ള ജില്ലകളിൽ അതൊരു വ്യാപകമായി വന്നിട്ടുള്ളത് 20 കാലഘട്ടങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ആലപ്പുഴയിൽ തന്നെ ഫസ്റ്റ്, എനിക്ക് തോന്നുന്നു ആദ്യത്തെ രാസലഹരി MDMA പിടികൂടിയത് 2019 ഫസ്റ്റ്. എനിക്ക് തോന്നുന്നത് ഒരു 8 ഗ്രാം സംതിങ് പിടികൂടിയത്. പിന്നെ തൃശ്ശൂർ ആദ്യമായിട്ട് പിടികൂടിയത് 2020 5 ഗ്രാമിലാണ്. പിന്നെ അവിടെ അങ്ങോട്ട് ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ എല്ലാ ജില്ലകളിലും അതിഭീകരമായിട്ടുള്ളൊരു വളർച്ചയാണ് ഈ രാസലഹരി ഏറ്റവും വന്നിട്ടുള്ളത്. കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ എന്ത് രീതിയിലുള്ള ഡ്രഗ്സാണ് കൂടുതലായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്? അതായത് മുമ്പൊക്കെ കഞ്ചാവായിരുന്നു. അതായത് ഒരു ക്ലാസ് റൂമിൽ ഒരു കഞ്ചാവ് വലിക്കുക എന്ന് പറയുക, സിഗരറ്റ് വലിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് അവൻ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു. ഒരു 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 വലിയൊരു ലെവല് തോന്നിക്കും അങ്ങനെയുള്ളത്. പിന്നെ അത് മാറിയിട്ട് അവൻ സ്റ്റഫിൻ്റെ ആളാട്ടാ, അതായത് കഞ്ചാവ് വലിക്കുന്ന ആളാണ്. അപ്പോൾ അവനും ഒരു ഡിഗ്നിറ്റി പോലെ സ്വയം ഫീൽ ചെയ്യും. പിന്നീട് അത് ഞാൻ ഈ അടുത്തൊരു പയ്യനെ പിടിച്ചപ്പോൾ നീ കഞ്ചാവ് ഉപയോഗിക്കുക ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് തന്നെ ഞെട്ടിച്ചു. സാറേ ഞാനിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്, അതായത് MDMA ഉപയോഗിക്കുന്നത്. കഞ്ചാവൊക്കെ സാർ ആ പിള്ളേർ ആണ് ഉപയോഗിക്കുന്നത്. അതായത് കഞ്ചാവിന് എം ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു ഡിഗ്നിറ്റി ആയിട്ട് കണക്കാക്കുന്നൊരു രീതിയിലേക്ക് മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പിടിക്കുന്ന പോലീസ്, കേരളത്തിൽ തന്നെ മൊത്തം പിടിക്കുന്ന ഒരു ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ഈ രാസലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണക്കുകൾ തന്നെ അത് പറയുന്നുണ്ട്. കോളേജ് അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളുടെ ഇടയിലോട്ടൊക്കെ ഇതെങ്ങനെയാണ് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് ഒരു വിൽപ്പന അതിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് ഈ പുറത്തുനിന്നുള്ളവർ? രാസലഹരിയുടെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. ആ ബാംഗ്ലൂർ പോയിട്ട് ഓരോരുത്തരും പോയിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പബ്ബുകൾ, നിരവധി പബ്ബുകളുണ്ട്. ആ പബ്ബുകളിലേക്ക് പോകുന്ന ആരംഭത്തിൽ പലരും ഇത് ഉപയോഗിച്ചിട്ടാണ് എൻജോയ് ചെയ്യാൻ പോണത്. അപ്പോൾ അവിടെ സുലഭമാണ്, അവിടെ വളരെ ചീപ്പായിട്ട് ഈ സംഭവം കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് ആ ചീപ്പായിട്ട് ഉള്ളത് മുഴുവൻ അവിടുന്ന് വാങ്ങിച്ച് നേരെ ഇവിടെ വന്നിട്ട് ഭയങ്കര വിലയ്ക്ക് വിൽക്കണം. അപ്പോൾ അത് അതിൽ ഭീകരമായിട്ടുള്ള ലാഭം കാണുമ്പോൾ അങ്ങനെ എല്ലാവരും, അതായത് ഒരു മാഫിയ ഒരു ടീം മാത്രമല്ല, നിരവധി പേര് തൃശ്ശൂർ തന്നെ ഈ അടുത്ത് പിടിച്ചെങ്കിൽ എത്രയോ പേരെ പിടിച്ചു. അവരൊക്കെ ഈ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഒരു മാഫിയ ഒരാൾ തലപ്പത്തിരുന്നിട്ട് അങ്ങനെയല്ല. ഇതിൻ്റെ വേറൊരു പ്രത്യേകത നമ്മൾ പറയുകയാണെങ്കിൽ, ഈ പിടിക്കുന്ന 80% ഈ രാസലഹരി പിടിക്കണതിൻ്റെ നമ്മൾ സോഴ്സ് എന്ന് പറയും. സോഴ്സ് നോക്കി ഓരോരുത്തർ പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ എത്തുന്നത് ഈ ആഫ്രിക്കൻസാണ്. അതൊരു ഒരു ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അയൽ രാജ്യങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് പാകിസ്ഥാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ ഈ പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ പേര് പട്ടാളത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആ യുവതേനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ സബ്സ്റ്റൻസ് ഒക്കെ, മീൻസ് കഞ്ചാവ്, അവിടെ മെയിനായിട്ട് കഞ്ചാവും ഹാഷിഷ് ഓയിലാണ് അവിടെ കൂടുതൽ. പിന്നെ അഫ്ഗാനിസ്ഥാനിൽ ഹെറോയിനൊക്കെ ഉണ്ട്, ബ്രൗൺ ഷുഗറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ചീപ്പായിട്ടും ഫ്രീ ആയിട്ടും കൊടുക്കണമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അല്ലാണ്ടുള്ള ഡയറക്റ്റ് വാറിൽ നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. കേരളത്തിലെ ഈ രാസലഹരിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ഇപ്പോൾ ആഫ്രിക്കൻസ് വന്നിട്ട് നമ്മൾ നശിപ്പിക്കാന്നുള്ളതല്ല, അവർക്കാണ് ഈ ടെക്നോളജി. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇവർക്ക് ഈ കുക്കിംഗ് എന്ന് പറയും, രാസലഹരി ഉണ്ടാക്കുന്നതിലൊരു സാധാരണക്കാർക്കൊന്നും എളുപ്പമല്ല ഇത് ഉണ്ടാക്കാൻ. അതിന് മാനുഫാക്ചർ ചെയ്യാൻ കുക്കിംഗ് ഉള്ളത് ഏറ്റവും കൂടുതൽ എക്സ്പെർട്ടുകൾ ഈ പറഞ്ഞ ആഫ്രിക്കൻസാണ്. മുമ്പ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ്റെ പോളിസിയുടെ ഭാഗമായിട്ട് ഈ രാജ്യങ്ങളിലായിട്ട് കുറേ പേരെ വിദ്യാഭ്യാസം കൊടുക്കണ സംവിധാനം ആ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പലരും തിരിച്ചു പോകുന്നില്ല, നാട്ടിലേക്ക് പോവാതെ ഈ ഒരു ഇതായിട്ട് നിൽക്കണം. അങ്ങനെയാണ് നിരവധി പേര്.
ഇപ്പം നമ്മളൊരു ഒരു ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഞങ്ങളൊരു ബുർഹാനുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാവക്കാടുകാരൻ പയ്യനെ 200 ഗ്രാം MDMA ആയിട്ട് മണ്ണുത്തി സ്റ്റേഷനിൽ ഞങ്ങൾ പിടിച്ചു. അവനെ ചോദ്യം ചെയ്തപ്പോൾ അവന് കൊടുത്തത് ഒരു സുഡാൻകാരനാണ്, ഒരു അലി എന്ന് പറഞ്ഞ സുഡാൻകാരനെ പിടികൂടി. അപ്പോൾ അവന് കൈമാറ്റം ചെയ്ത ഒരു ഭാഗം ഒരു പാലസ്തീൻകാരൻ്റെ ഒരു ഹസനാണ്. അപ്പോൾ അവിടുന്ന് ഏകദേശം 350 ഗ്രാം കിട്ടിയപ്പോൾ നമ്മളത് ബാംഗ്ലൂർ പോലീസിനെ ഏൽപ്പിച്ചു. ഇവർക്കൊക്കെ കൊടുക്കുന്നത് ഒരു കെൻ എന്ന് പറഞ്ഞിട്ടുള്ള നൈജീരിയക്കാരനാണ്. ഡൽഹി പോയിട്ട് അവിടെ പിടിച്ചു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പിന്നെ ഈ റീസെൻ്റ്ലി ആയിട്ടുള്ള വല്ല ഇതിൽ മെയിൻ ആൾക്കാരെ പിടിക്കുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലത്തെ ആഫ്രിക്കൻസ്. സാർ ഈ പറഞ്ഞ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ 200 ഗ്രാം MDMA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി വിലയുടെ സാധനമല്ലേ? ഈ ഇടയ്ക്ക് ഞങ്ങളൊരു ലേഡീനെ പിടിച്ചപ്പോൾ 10,000 രൂപ വരെ കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു 1 ഗ്രാം MDMA. ആ പെൺകുട്ടി അതിന് അഡിക്റ്റാണ്. അപ്പോൾ ആള് ബാംഗ്ലൂരിൽ പോയിട്ടാണ് അത് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. കാരണം അവിടെ ചീപ്പാണ്. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നു. അതായത് 1 ഗ്രാമിന് 10,000 രൂപ കൊടുക്കാന്ന് വെച്ചാൽ 1 ഗ്രാം സ്വർണ്ണത്തിന് 7,000 സംതിങ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് വെച്ചപ്പോൾ സ്വർണ്ണത്തിനെക്കാട്ടും വില കൂടുതലാണ് ഈ പറഞ്ഞ MDMAക്ക്. അപ്പോൾ അത്രയ്ക്കും വില ഉപയോഗിക്കണം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 1 ഗ്രാമിന് അപ്പോൾ 10,000 രൂപ വരികയാണെങ്കിൽ 20 ലക്ഷം ഗ്രാം അത്രയ്ക്ക് അത്രയും പൈസ റീറ്റെയിൽ വിൽപ്പനയിലാണ് ലാഭം. മനസ്സിലായി? ഹോൾസെയിൽ ആ രീതിയിൽ ലാഭം അത്ര ലാഭമില്ല. പക്ഷെ അത് റീറ്റെയിൽ വിൽപ്പനയിലാണ് ലാഭം. ഇത് കാരണം ഇപ്പം നിറഞ്ഞ ആൾക്കാർ മുഴുവൻ ഈ റീറ്റെയിലായിട്ട് വിൽപ്പന കൊണ്ട് നടക്കുന്നത്. ഒരു വ്യക്തി ഇതിൻ്റെ ഒരു ഉപയോഗം തുടങ്ങിയോ അല്ലെങ്കിൽ ഈ ഒരു ചെയിനിൽ വീണുപോയി എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏർലി സൈൻസ് എന്തൊക്കെയാണ്? ഹാൻഡ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പിന്നീട് സ്ഥിരമായി പിന്നെ രണ്ടാമത് മൂന്നാമതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതുപോലെ ഈ കഞ്ചാവൊക്കെ ആദ്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലരും ഛർദ്ദിക്കുക, മയങ്ങി വീഴുക. അപ്പോൾ ഞങ്ങളൊരു തൃശ്ശൂർ പുല്ലഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു 9ാം ക്ലാസ്സിലൊരു പയ്യൻ കഞ്ചാവ് ആദ്യമായി ഉപയോഗിച്ചിട്ട് അവൻ ക്ലാസ് റൂമിൽ ബോധം കിട്ടു വീണു. മനസ്സിലായി? അപ്പോൾ ആദ്യത്തെ ഉപയോഗത്തിൽ ആ ഒരു രീതി വന്നാൽ പിന്നെ ആ ഒരു സിംറ്റം കാണിക്കില്ലെങ്കിലും ഇതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തിരിച്ചറിയാൻ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അവർക്ക് ഈ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് ഉപയോഗിച്ചാൽ ഉറക്കം വരില്ല. മനസ്സിലായി? കഞ്ചാവ് ഉപയോഗിച്ചാൽ ഈ ഉറക്കം വരില്ല. അതുപോലെ MDMA ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം വരില്ല. അതായത് 8 മണിക്കൂർ നേരം MDMA ഇത് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നുള്ളതാണ്. ആ ഡോപ്പമിൻ്റെ ഭീകരമായിട്ടുള്ള ഉൽപ്പാദനം കാരണം 8 മണിക്കൂർ എന്തായാലും അവൻ വൈബ്രൻ്റായിട്ട് നിൽക്കും. ആ സമയത്ത് ഉറങ്ങാൻ പറ്റില്ല. ചിലർ പറയും ഉറക്കഗുളിക കഴിച്ചാലും ഉറക്കം വരില്ല എന്നുള്ളൊരു അവസ്ഥയിൽ. അപ്പോൾ ആ ഉറക്കം വരാത്ത, ഇപ്പോൾ നമ്മുടെ മക്കൾ ഈ പറഞ്ഞ പോലെ നോർമലി ഒരു 9 മണിക്ക് ഉറങ്ങണോ അല്ലെങ്കിൽ 10 മണിക്ക് പഠിച്ച് ഉറങ്ങണോ എന്നുള്ളതിൽ പിന്നെ 10 എന്നുള്ളത് പിന്നെ 11ആയി 12ആയി 1 മണി ആയാലും ബൈക്ക് എടുത്ത് കറങ്ങി ഞാൻ ഇപ്പോൾ ഒരു അമ്മ എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് ഇങ്ങനെ കറങ്ങി വന്നിട്ട് തോന്നിയ സമയത്ത് വരിക, അങ്ങനൊരു രീതിയാണ്. ഇങ്ങനെ ഒരു സംശയം വേണ്ട, അവൻ ഇതിൽ ആരംഭം. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കുറേ നേരം ഈ പറഞ്ഞ പോലെ ഉറങ്ങിക്കഴിഞ്ഞാൽ അവനെ എളുപ്പമല്ല എണിപ്പിക്കാൻ. പറഞ്ഞ പോലെ നോർമലി രാവിലെ 6 മണിക്ക് എണിക്കുന്ന ആളാണെന്ന് വെച്ചാൽ പിന്നെ 8, 9, 10, 11 ഉച്ചയ്ക്ക് ശേഷം എണിക്കുന്ന കുറേ പേരുണ്ട്. പിന്നെ ബാത്റൂമിലൊക്കെ കുറേ നേരം ചിലവഴിക്കുക ബാത്റൂമിൽ, അതൊരു കോമൺ സൈനാണ്. അത് ബാത്റൂമിൽ പോയിരുന്നാൽ കുറേ നേരം അവൻ അതിലിങ്ങനെ സമയം എടുക്കും. പിന്നെ വാതിൽ അടച്ചിട്ടിരിക്കുക. പിന്നെ MDMA ഒക്കെ ഉപയോഗിച്ചാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ബോഡിയിൽ എന്തെങ്കിലും സൈൻസ് വല്ലതും? ബോഡിയിൽ സൈൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരുള്ളൊരു പയ്യനെ, ഞാൻ പേര് പറയുന്നില്ല, ആൾ പിടിച്ചപ്പോൾ 6 മാസത്തെ MDMA ഉപയോഗം കൊണ്ട് അവൻ്റെ പല്ല് പൊടിഞ്ഞു. 6 മാസം. കാരണം 6 മാസമായി അവൻ കഞ്ചാവ് ഇട്ടിട്ട് കഞ്ചാവ് വലിച്ചിട്ട് പല്ല് പൊടിയണം നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ അവൻ ആ കഞ്ചാവ് നിർത്തിയിട്ട് MDMA ഉപയോഗിച്ചിട്ട് 6 മാസത്തിൽ അവൻ ഒരിക്കൽ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 6 മാസത്തിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു കഞ്ചാവിലേക്ക് ഇപ്പം ഉണ്ടോ ചോദിച്ചപ്പോൾ സാറേ കഞ്ചാവിലേക്ക് ഞാൻ നിർത്തി എന്ന് പറഞ്ഞു. ഇപ്പം എന്താണ് ചോദിച്ചപ്പോൾ സാറേ ഇത് കടലാസ് നോക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ കാണിക്കാനാണ് വന്നത്. ഒരു കവർ എടുത്തിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ സൂക്ഷിച്ച് തുറക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അതിൽ അല്പം വെള്ളപ്പൊടി കുറച്ച്. അവൻ വിചാരിച്ചു ഇത് MDMA ആണല്ലോ. കാരണം പെട്ടെന്ന് പല്ല് പൊട്ടിയത് MDMA രൂപം. അപ്പോൾ സാർ അത് MDMA അല്ല, ഇത് എൻ്റെ പല്ല് പൊടിഞ്ഞാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് ചോദിച്ചപ്പോൾ സാറേ 6 മാസം മുമ്പ് അന്ന് നമ്മൾ ലാസ്റ്റ് കണ്ടതല്ലേ, ഞാൻ കഷ്ടകാലത്തിന് ഞാൻ MDMA ഉപയോഗിച്ചാൽ ഭയങ്കര പ്രശ്നമാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ MDMA എന്താണെന്ന് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കിയതാണ്. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സാറേ. പിന്നെ അത് ഞാൻ സ്ഥിരമായിട്ടത് ഡെയിലി എനിക്കത് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പം 6 മാസത്തെ ഉപയോഗം കൊണ്ട് അവന് ഇപ്പം എല്ലാവർക്കും അവൻ അവിടെ നിന്നില്ല, ചിലർക്ക് 1 വർഷം 2 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷേ
നോർമലി അത് കാരണം ഇത് ഹാംഫുള്ളാണ് ഇത് ശരീരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ. ഇത്രയും ശക്തമായ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ വിചാരിച്ചാൽ, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നിട്ടിറങ്ങിയാൽ, ആത്മാർത്ഥതയോടെ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ സാധിക്കില്ലേ? പോലീസ് മാത്രം വിചാരിച്ച എളുപ്പമല്ല. കാരണം വെച്ചാൽ എത്ര പോലീസ് സംവിധാനം എത്ര വർക്ക് ചെയ്ത് ഇതായാലും ഒരു ജനങ്ങളിൽ മുന്നോട്ടിറങ്ങും. ഞാനെല്ലാം ഇപ്പോഴും എല്ലാവരുടെയും പറയണത് നമ്മൾ ജനങ്ങൾ മുന്നോട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഇറങ്ങുന്നത് ഡേഞ്ചറാണ്. അതായത് നമ്മൾ ഓരോ വാർഡുകൾ നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ശക്തമായിട്ടുള്ളൊരു അഭിപ്രായം, നമ്മൾ ഒരു വാർഡിൽ ഏകദേശം ഒരു 6-7 ബ്ലാക്ക് സ്പോട്ടുകൾ ഉണ്ടായിരിക്കും. സ്ഥിരമായിട്ട് അവിടെ തന്നെയായിരിക്കും ഇവർ ഉപയോഗിക്കുക. അല്ലാണ്ട് ഇപ്പോൾ വേറെ ഇന്നവിടെ ഒരു സ്ഥലത്ത് ഉപയോഗിച്ച് വേറെ സ്ഥലത്ത് അങ്ങനെ ഓടി നടന്നിട്ട് ഉപയോഗിക്കുന്നവരല്ല. അവരുടെ ആ ഓരോ ഇരിപ്പിടം അവർ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അധികം സഞ്ചാരം ഇല്ലാത്തവിടെ, ഒന്നില്ലെങ്കിൽ അമ്പലപ്പറമ്പിൻ്റെ ഒഴിഞ്ഞ ഭാഗത്തോ അല്ലെങ്കിൽ പന്തുകളിയുടെ ഒരു ഏതെങ്കിലും മൂലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ വീടുകളിലോ അവിടെ ആയിരിക്കും അവർ സ്ഥിരമായിട്ട് അവരുടെ കേന്ദ്രം ആയിക്കൊണ്ടിരിക്കുക. ഈ സ്ഥലങ്ങൾ വാർഡ് മെമ്പർമാർക്ക് ഈസിയായിട്ട് അറിയാവുന്നുള്ളത്, തൻ്റെ വാർഡിൽ ഇന്ന സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് പോലീസിനെ അറിയിപ്പിച്ച് പിന്നെ യുവജന പ്രസ്ഥാനങ്ങളും യുവജന സംഘടനകളിലെ സാമൂഹിക സംഘടനകളൊക്കെ എല്ലാവരുമായിട്ട് ഒരുമിച്ച്, അതായത് ഒറ്റയ്ക്കെന്നുള്ളതല്ല, ഒരുമിച്ച് ആ ഒരു ബ്ലാക്ക് സ്പോട്ടിലേക്ക് ഏകദേശം ഒരു എല്ലാവരും കൂടി ഒരു 10, 25, 30 പേരായിട്ട് ചെല്ലണം. മനസ്സിലായി? അങ്ങനെ ചെന്ന് ഞങ്ങളുടെ ഇവിടെ ആരും നിൽക്കണ ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രംഗത്ത് മൊത്തം ഇറങ്ങി നോക്കുക. അങ്ങനെ ഒരു യുദ്ധം തന്നെ ചെയ്യണം നമ്മൾ. അല്ലാണ്ട് വെറുതെ ഇരുന്ന് പോങ്ങിയോണ്ട് കൂട്ടായ ഒരു പ്രവർത്തനം വെറുതെ നമ്മൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ അതിനെതിരെ ജനങ്ങളെ ഇറങ്ങണം, ജനങ്ങളെ പേടിക്കുന്ന ഒരു അവസ്ഥ വരണം. എന്നാലും അല്ലാണ്ട് പോലീസ് സംവിധാനത്തിന് മാത്രം എളുപ്പമല്ല അത്. നേരത്തെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ നിയമ സംവിധാനം, ഇപ്പോൾ മദ്യം അത് ഇത്ര ml കൂടുതൽ കീപ്പ് ചെയ്താലേ പ്രശ്നമുള്ളൂ, ചെറിയ ഒരു ഇത് നമുക്ക് കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ കഞ്ചാവിൻ്റെ കേസിൽ തന്നെ ഇത്ര ഗ്രാമിന് മേലെയാണെങ്കിലേ കേസ് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇതൊക്കെ മില്ലിഗ്രാമുകളിൽ മാത്രം മതി. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഈ നിയമങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടോ? 1985 NDPS ആക്ട് ഉണ്ടായിട്ടുള്ളത്. അതിൽ നമുക്ക് രാസലഹരി എന്ന് പറയുന്നത് അതിലൊരു അല്പം കയ്യിൽ വെച്ച അതികഠിനമായ ശിക്ഷകളാണ്. ആ സമയം കഞ്ചാവ് എന്ന് പറയുന്നതിൽ 1 കിലോയ്ക്ക് 1 ഗ്രാം കുറവാണെങ്കിൽ അന്ന് തന്നെ ജാമ്യം കിട്ടും. മനസ്സിലായ? അത് ഭയങ്കര രണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം കഞ്ചാവിന് ഇപ്പോൾ നമ്മളൊരു 1/2 കിലോ 3/4 കിലോ ഒക്കെ നമ്മൾ പിടിച്ച് മജിസ്ട്രേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്നല്ലേ, നിങ്ങൾക്ക് സ്റ്റേഷനിൽ ജാമ്യം കൊടുക്കുന്ന സംഭവമല്ലേ, ഇതിനെങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുള്ള എനിക്ക് അനുഭവമുണ്ട്. അത് സ്റ്റേഷൻ ജാമ്യമാണ്. സ്റ്റേഷനിൽ ഇതിപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഓടിച്ച് പിടിച്ചു വരുത്തേണ്ട ഒരു 3/4 കിലോ കഞ്ചാവ് കിട്ടി, അവന് അതൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത നടപടിക്രമം ഭയങ്കര നടപടിക്രമമാണ്. സാധാരണ കേസുകളിലൊന്നും ഇങ്ങനെ ഇല്ല. അതിൻ്റെ 10 മടങ്ങ് നടപടിക്രമമാണ് ഈ കഞ്ചാവിൻ്റെ ഈ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് പിടികൂടിയല്ല. അതൊക്കെ ചെയ്ത് ഗസ്റ്റ് ഓഫീസർ അതിൻ്റെ ഒരു നാൾവഴി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര നമുക്ക് എളുപ്പമല്ലത്. അങ്ങനെ ഒരു പാർട്ടീനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ തുടക്കം മാൻഡേറ്റ് ആയിട്ട് നമ്മൾ എഴുതി ചേർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എഴുതി ചേർത്ത് ഇവന് അതിൻ്റെ ഇടയിൽ ജാമ്യം മറ്റേ സ്റ്റേഷൻ ബെയിൽ കൊടുത്താലും കുറേ കാര്യങ്ങൾ നമുക്ക് പണി ചെയ്യാനുണ്ട്. അപ്പോൾ ഇവനെ ഇത്ര കഷ്ടപ്പെട്ട് പിടിച്ചാലും ഇവിടെ ഫയലിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോഴും സാറേ പോട്ടെ ഞാൻ പിന്നെ കാണാമെന്ന് പറഞ്ഞ് പോകും. നമ്മുടെ മുമ്പിൽ വെച്ച് പോകുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. കാരണം 1 കിലോയ്ക്ക് താഴെയാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യമാണ്. മനസ്സിലായോ? പക്ഷെ രാസലഹരി അല്ല, അതിലൊക്കെ എന്താ ഒരു മാറ്റം വരാത്തത്? അല്ല, അത് NDPS ആക്റ്റാണ്. അതായത് സെൻട്രൽ പാർലമെൻറ്റ് പാസ്സാക്കുന്നൊരു നിയമമല്ലേ. അത് എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് ഒരു കഞ്ചാവ് ചെടി കണ്ടാൽ നമുക്ക് അയ്യോ കഞ്ചാവ് ചെടി വലിയ സീനായി ഭയങ്കര പ്രശ്നമായി കേസെടുത്ത് ചാനലുകാർക്ക് വന്നു. ഞാൻ നോർത്തിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് വെച്ച നിൽക്കുന്ന പോലെ ഉണ്ട്. റോഡ് സൈഡിൽ ഞാനൊരു ഹണി ട്രാപ്പായിട്ട് ഒരു വനിതേനെ പിടിക്കാൻ വേണ്ടിയിട്ട് നോയിഡയിൽ പോയപ്പോൾ ഞങ്ങൾ ട്രാൻസിസ്റ്റർ വാറണ്ടിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. മറിഞ്ഞിരിക്കുക ചെടി കൊണ്ട്. ആ ചെടി കഞ്ചാവ് ചെടിയായിരുന്നു. മനസ്സിലായി? പോലീസ് സ്റ്റേഷൻ ബോർഡ്. കാരണം അവിടെ അത് ഫെമിലിയറാണ്, അവിടെ കുഴപ്പമില്ല. അപ്പം മീൻസ് പാർലമെൻറ്റ് പാസ്സാക്കുമ്പോൾ അവിടെ അവർക്ക് അത്ര ഒരു ഇത് തോന്നുന്നില്ല കഞ്ചാവിൻ്റെ കയ്യിൽ. പക്ഷെ നമ്മുടെ അവിടെയാണത്. പക്ഷേ ഈ രാസലഹരി കഠിനമായിട്ടുള്ള ശിക്ഷ
അത് ഇത്ര ഗ്രാം ഒന്നുമില്ല. രാസലഹരി എന്ന് വെച്ചാൽ 1/2 ഗ്രാം MDMA, മെത്തലിൻ ഡയോക്സി മെത്താംഫിറ്റം എന്ന് പറയുന്നത് ലഹരിയിലെ ലോകത്തിലെ കൊടും വിഷം എന്നറിയപ്പെടുന്ന MDMA 1/2 ഗ്രാം കയ്യിൽ വെച്ചാണെങ്കിൽ 10 വർഷം വരെ കഠിന തടവാണ്. 1 ലക്ഷം രൂപ വരെ. 10 വർഷം വരെ എന്നുള്ളതാണ്. 10 വർഷം വരെ കിട്ടണമെന്നില്ല. 10 വർഷം കിട്ടണമെന്നില്ല. 10 വർഷമില്ല, 10 വർഷം വരെ കഠിന തടവ്. ആ സമയം ഒരു കടുകുമണി വലിപ്പത്തിലുള്ള അല്പം MDMA ജസ്റ്റ് തുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് 1 വർഷം വരെ കഠിന തടവാണ്. ഇനി 10 ഗ്രാം MDMA പിടികൂടി എന്ന് പറഞ്ഞാൽ 10 ഗ്രാം MDMA പിടികൂടിയെങ്കിൽ 20 വർഷം വരെ. അതിൽ കണക്കുണ്ട്. അതിൽ 10 വർഷത്തിൽ കുറയാതെ. അപ്പം മിനിമം 10 വർഷം. 10 വർഷം ടു സ്പാൻ 20 വർഷം വരെ. അത് 10 വർഷം വിധിക്കാം, അല്ലെങ്കിൽ 20 വർഷം വിധിക്കാം. അതിന് കുറയാൻ പറ്റില്ല. അത് 10 ഗ്രാം MDMA. 10 ഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. സാറിൻ്റെ അനുഭവം വെച്ച് ഇപ്പോൾ അങ്ങനെ പിടിക്കപ്പെട്ടവരൊക്കെ ഈ 20 വർഷമൊക്കെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുണ്ടോ? അല്ല, ഈ ഞാൻ പറഞ്ഞില്ലേ MDMA പിടികൂടിയിട്ട് 2020 ആദ്യമായിട്ട് പിടികൂടി. 2000 പിടിച്ച ചില ട്രയലുകളൊക്കെ ഇപ്പോൾ വരുന്നുള്ളൂ. ഇപ്പോൾ 2020 ഉള്ള സംഭവം കൺവിക്ഷൻ ആയിട്ടില്ല. ചില കേസുകളിലൊക്കെ തന്നെ നീണ്ടുണ്ട് ഇപ്പോൾ. പക്ഷേ MDMA ട്രയൽ ഒന്നും അങ്ങനെ കാര്യമായിട്ട് വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് വന്നു തുടങ്ങിയാൽ ഇനി ഈ പറയണ ജയിലൊരു നിറയും. ടീനേജേഴ്സിൻ്റെ ഇടയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഈ ഒരു കാര്യത്തിൽ എന്ത് രീതിയിലുള്ളൊരു ഇടപെടലുകളാണ് നടത്താൻ സാധിക്കുന്നത് സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ? സാധാരണ ക്ലാസ്സുകൾ വിട്ടിട്ട് ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ അതേ എനിക്കുണ്ടോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഓരോ ഉദാഹരണം സഹിതം പറഞ്ഞാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ ശരിക്കും കയറും. ദൈവമേ, നോർമലായിട്ട് നടന്ന കക്ഷി ഇങ്ങനെയൊക്കെ വീട്ടുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സ്വന്തം അമ്മേനെ മറക്കുമോ, അച്ഛനെ മറക്കുമോ, ശരീരത്തിൽ ഇങ്ങനെ പല്ല് ഒഴിയോ, അല്ലെങ്കിൽ അങ്ങനെ വിഷയങ്ങൾ വരുമോ. അതൊക്കെ ഓരോ ഓഫീസർമാരുടെ പോലീസായാലും എക്സൈസ് ആയാലും അവർക്ക് അനുഭവമുള്ള ഓഫീസർ അവരുടെ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ശരിക്കും ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ സർക്കാർ ഇപ്പോൾ യോദ്ധാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പർ ഉണ്ട്. അത് 9995966666 എന്ന് പറഞ്ഞ നമ്പറാണ്. ആ നമ്പറിൽ നമ്മുടെ സ്റ്റുഡൻസുകൾക്ക് എല്ലാവർക്കും കൊടുക്കുക. അത് ഏറ്റവും എഫക്റ്റീവാണ്. കാരണം വെച്ചാൽ അതിലെ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ പേര് എഴുതണമെന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ നാട്ടിലും അവരുടെ ചുറ്റുവട്ടത്തിലെ ഈ ലഹരി ഉപയോഗിക്കുന്ന ഓരോ ബ്ലാക്ക് സ്പോട്ടുണ്ടായിരിക്കും. അതിനൊക്കെ പ്രതിരോധിച്ച് പേര് വെക്കാതെ ഇത് ഇന്ന സ്ഥലത്ത്, എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്, ഇന്ന സ്ഥലത്ത് ഈ പറഞ്ഞ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു മെസ്സേജ് അയച്ചാൽ മതി. പോലീസിൻ്റെ നടപടി മാൻഡേറ്ററി, എന്തായാലും നടപടി പറ്റും. പോലീസ് വന്നിരിക്കും അവിടെ. പെട്ടെന്നുണ്ടായ ഈ സോഷ്യൽ മീഡിയയുടെ വളർച്ച, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റും ഒരു പരിധിവരെ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് ഡാർക്ക് വെബും ഒക്കെ ഇതിലേക്കൊക്കെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? അതൊക്കെ വെറും ഒരു കോൺസ്പിറസി തിയറി മാത്രമാണ്? ഡാർക്ക് വെബ് അതൊക്കെ ഉണ്ട്. അതൊക്കെ ഹൈ ലെവലുള്ളത് കുറേ നടക്കുന്നുണ്ട്. കുറച്ച് അത്ര എളുപ്പമല്ല അത് പിടിക്കാൻ. ഞങ്ങൾ ഒരു പെൺകുട്ടീനെ പിടിച്ചു. ആ പെൺകുട്ടീനെ പിടിച്ചതിനെ 1 വർഷത്തെ ട്രാൻസ്ഫോർമേഷൻ അതിഭീകരമായിരുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, സാർ ഞങ്ങൾ 40 പേരടങ്ങുന്ന ഞങ്ങളുടെ ഇൻസ്റ്റാ ഗ്രൂപ്പുണ്ട്. ആ ഇൻസ്റ്റാ ഗ്രൂപ്പിലെ 40 പേരും കൂടിയിട്ടാണ് ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയത്. 40 പേരും ഡ്രഗ്സ് ഉപയോഗിച്ചു. അവിടെ MDMA ഉണ്ടായിരുന്നു, കഞ്ചാവ് ഉണ്ടായിരുന്നു. കഞ്ചാവ് ഉപയോഗിക്കാം, MDMA ഉപയോഗിക്കണം. അതാണ് സാറേ ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെയുള്ള സാഹചര്യത്തിൽ ഒരു പരിധിവരെ അത് പിയർ പ്രഷർ എന്ന് നമുക്ക് പറയാം. ബാക്കി നമ്മുടെ കൂട്ടുകാരൊക്കെ അത് ചെയ്യുന്നു, ഞാനെങ്ങനെ അതിൽ നിന്ന് മാറി നിൽക്കും, ഇപ്പോൾ ഞാനൊരു ബോറനായി മാറില്ലേ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരിക്കാം ഒരു പക്ഷേ അതിലേക്ക് വരുന്ന ഇത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇവർക്ക് അല്പം മാനസിക ബലത്തോടെ എങ്ങനെ നിൽക്കാനായിട്ട് സാധിക്കും? അല്ല, അത് നമുക്ക് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മകനെ എനിക്കുണ്ടായ പല ഭീകരാനുഭവങ്ങളും ഞാൻ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ എത്രമാത്രം പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ മാതാപിതാക്കൾക്ക് എപ്പോഴും വീട്ടിൽ തന്നെ ഈ ഇപ്പോൾ ഓരോ ദിവസത്തെ ന്യൂസുകളും സോഷ്യൽ മീഡിയാസിൽ വരുന്ന ഒക്കെ പറഞ്ഞു കണ്ടത് ഇങ്ങനെ സംഭവമുണ്ട്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അത് ആ കുടുംബം ആണ്. തെക്കേല ഹൗസപ്പിൻ്റെ മോൻ കണ്ട ഒരു വീട്ടിലെ ഒരു പയ്യനൊരു കഞ്ചാബിടി വലിച്ചുള്ളൂ. പക്ഷേ പെങ്ങളുടെ കല്യാണം അടക്കം തുടങ്ങി. അങ്ങനെ നിരവധി ഉദാഹരണങ്ങളായിട്ടുള്ള അങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് പറഞ്ഞു കൊടുത്ത് ഗ്ലോറിഫൈ ചെയ്യാതെ. ഇപ്പോൾ പല സിനിമകൾ വളരെ ഗ്ലോറിഫൈ ചെയ്തിട്ട് വരുന്ന കുറേ സിനിമകളുണ്ട്. അവരൊക്കെ പറയുക വെച്ചാൽ സിനിമ ഉണ്ടായാൽ കൊലപാതകം നടക്കുന്ന ആൾക്കാർ കൊല്ലുമോ, അങ്ങനെയല്ല. പക്ഷേ ഈ നാർക്കോട്ടി ഇതിലൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഹീറോ പരിവേഷം പലരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ലെവലിലേക്ക് കുറേ പേര്. ഇപ്പം ഞങ്ങളെന്നെ പിടിച്ച എല്ലാ കുട്ടികളെ ചോദ്യം ചെയ്യുമ്പോൾ പലരും പല സിനിമകളിൽ പറയാറുണ്ട്. ആ സിനിമ ഇടുക്കി ഗോൾഡ് കണ്ടതിന് ശേഷമാണ് ഞാൻ അത് ഉപയോഗിച്ചതെന്ന് പലരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ
ഉള്ള ഇതുകൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഭീകരാവസ്ഥയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കണം ഓരോരുത്തരും. അത് അവരുടെ അച്ഛനമ്മമാർ അതിനും സമയം കണ്ടെത്തി പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ഈ ക്ലാസ്സുകൾ ഇതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ക്ലാസ്സുകൾ വയ്ക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ എഫക്റ്റീവ് ആണ്. സാർ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഈ സിനിമയ്ക്കകത്ത് ഇതിനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യുന്ന റോളുകൾ പലപ്പോഴും നമ്മൾ കാണുന്നതായിട്ട് പറഞ്ഞായിരുന്നു. നമ്മൾ വളരെയേറെ ആരാധിക്കുന്നവരൊക്കെ അത് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അതിനെ ഒരു ഗ്ലോറിഫൈ ചെയ്താണ് പലപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തന്നെ അതിൻ്റെ അടിയിൽ ചെറിയൊരു ടൈറ്റിൽ പോലെ ഇത് ശരിയല്ല ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ക്യാപ്ഷനും കൂടെ അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മദ്യപാനം അത് ശരിയല്ല, അല്ലെങ്കിൽ പുകവലി പാടില്ല എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറഞ്ഞൊരു ക്യാപ്ഷൻ അടിയിലുണ്ടെങ്കിലും ഈ സീനുകളൊക്കെ സിനിമയിലും മറ്റ് ഇതിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു പരിധിയല്ല, നല്ലൊരു പരിധി വരെ ഇങ്ങനെയുള്ള നമ്മളെ ഓരോരുത്തരെയും അത് ഒരു പരിധി വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ സെൻസർ ബോർഡിനും അങ്ങനെയുള്ള അതോറിറ്റീസും ഒക്കെ ഇങ്ങനെയുള്ള സീനുകളും ഇതുമൊക്കെ ഈ ഒരു പർട്ടിക്കുലർ ക്യാപ്ഷൻ എഴുതി വെച്ച് അത് കാണിക്കേണ്ട കാര്യമുണ്ടോ? അതേ അങ്ങ് ഒഴിവാക്കിക്കൂടെ? ശരിക്ക് അത് ഒഴിവാക്കണം. കാരണം വെച്ചാൽ എൻ്റെ മകള് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഇടുക്കി ഗോൾഡ് സിനിമ വന്നത്. ഇടുക്കി ഗോൾഡ് സിനിമ ഏറ്റവും അധികം കണ്ടത് എൻ്റെ മകളാണ്. മകള് കണ്ടിട്ട് എൻ്റെ ചേട്ടൻ്റെ മോളായിട്ട് ഒരു ഫാമിലി ആയിട്ട് പോയി കണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ഫസ്റ്റ് ഡയലോഗ്, അച്ഛാ എനിക്ക് കഞ്ചാവ് വലിക്കണം. ഒരു തമാശ രൂപേന പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, തമാശ എന്താ കാണുമെന്നും. അച്ഛാ ഞാനത് ഇടുക്കി ഗോൾഡ് കണ്ടിട്ട് വരുന്നത്, അച്ഛൻ പോയി കണ്ടു നോക്ക്, അപ്പം അതിലറിയാമെന്ന് പറഞ്ഞു. ഞാൻ പോയി കണ്ടു നോക്കിയപ്പോൾ അതിലെ പല സീനുകളിലും കാണുമ്പോൾ അന്നത്തെ ആ പടം വിജയിപ്പിച്ചത് ഒരു യൂത്താണ്. എസ്പെഷ്യലി ഡിഗ്രി വരെയുള്ള സ്റ്റുഡൻസാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. ഞാൻ ഒരു 6-7 സമയം ഞാൻ സിനിമ കാണാൻ പോയിരുന്നു. അതിലൊക്കെ യൂത്തായിരുന്നു ഈ വിദ്യാർത്ഥികളായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതിലെ കഞ്ചാവിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന കുറേ ഭാഗങ്ങളുണ്ട്, കഞ്ചാവായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ വരുന്ന ഓരോ സീനിലും ഇവർ ഭയങ്കര അർമാദിച്ച് പുസ്തകങ്ങൾ വലിച്ചെറിയുക, ഭയങ്കരമായിട്ടൊരു ഒരു 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 വേറെ ലോകത്തിലെത്തിയ പോലെയാണ് ഇവർ പെരുമാറുന്നത്. എനിക്കതിൽ അവസാനം അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എൻ്റെ സംവിധായകൻ ആഷിഖ് പറഞ്ഞൊരു ഡയലോഗ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അതിൽ ലാസ്റ്റ് കഞ്ചാവ് തോട്ടം, അതായത് ചെറുപ്പത്തിൽ കഞ്ചാവ് ഇടുക്കിയിൽ പോയിട്ട് കഞ്ചാവ് വലിച്ച് പിന്നീട് വലുതാവുമ്പോൾ വീണ്ടും കഞ്ചാവ് വലിക്കാൻ വേണ്ടി ഇടുക്കിയെ പോയി ആ കഞ്ചാവ് പൊതി കിട്ടാൻ വേണ്ടി പോയിട്ട് അവിടെ ഏറ്റവും അവസാനം മാനം ഓടിപ്പിച്ച് ഒരു വലിയൊരു തോട്ടത്തിൽ, അത് കണ്ണൂർ നോക്കുമ്പോൾ ഒരു കഞ്ചാവ് തോട്ടത്തിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് അവർ ചിരിച്ചു ഒഴിയിട്ട് ഉള്ളൊരു ഭാഗം. അപ്പോൾ അതിൽ ആ കഞ്ചാവ് തോട്ടം കാണിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ന്യൂസ് ഉണ്ടായിരുന്നു 5.5 ലക്ഷം രൂപയ്ക്ക്. അന്നത്തെ 5.5 ലക്ഷം രൂപയ്ക്കാണ് ചൈനയിൽ നിന്ന് ഈ പറഞ്ഞ കഞ്ചാവ് ചെടി ആർട്ടിഫിഷ്യലായിട്ട് കൊണ്ടുവന്നത്. ഞാൻ ഇത് പ്രിസർവ് ചെയ്ത് വെക്കണം. ആൾ പറഞ്ഞ ഡയലോഗ്, ഞാൻ ഇത് പ്രിസർവ് ചെയ്ത് വെക്കണം, ഭാവിയിൽ അടുത്ത ഏതെങ്കിലും സിനിമയ്ക്ക് അതിൻ്റെ ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചുക എന്ന് പറഞ്ഞിട്ടൊക്കെ അന്ന് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് 5.5 ലക്ഷമാണോ അത് 28 ലക്ഷമാണോ എനിക്ക് ഓർമ്മയില്ല, എനിക്കൊരു സംശയമുണ്ട്. അത് ഈ പറഞ്ഞ ഇതുണ്ട്. അപ്പം തന്നെ ആൾക്കാർക്ക് ഇതെന്ത് സംഭവം എന്ന് പറഞ്ഞിട്ട് കാണാനും ആ ഒരു ഇതൊക്കെ. അപ്പോൾ അങ്ങനെ സിനിമകൾ അതിനുശേഷം വന്ന പല സിനിമകളിലും പിന്നെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ മനസ്സിലാക്കണം, ഈ സെൻസർ ബോർഡുകൾ മനസ്സിലാക്കിയിട്ട് അത് കുട്ടികൾക്കും എസ്പെഷ്യലി കുട്ടികൾക്ക് അത് വളരെ ബാധിക്കുന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനത്തെ സീനുകളെ പ്രൊമോട്ട് ചെയ്യാതിരിക്കാനുള്ളൊരു നടപടിക്രമങ്ങൾ എടുക്കണം തീർച്ചയായും. ഇതിൽ ഈ ഒരു ശീലത്തിൽ അകപ്പെട്ട് നശിഞ്ഞുപോയ ഒരു 1000 പേരുടെ കഥകൾ സാറിന് പറയാനായിട്ട് കാണും. ഇതെല്ലാം ഉപയോഗിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇതിൽ പെട്ടുപോയതിന് ശേഷവും ഇതിൽ നിന്നൊക്കെ കരകയറി വന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് വന്ന ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ സാറിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള ഒരു അനുഭവം പറയാനായിട്ട് ഏതായിരിക്കും? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ 12,000 വിദ്യാർത്ഥികളെ ഞാൻ പിടികൂടിയുണ്ട്. നോർമലി അവരൊക്കെ ആയിട്ട് അതിന് ശേഷം ഞാൻ ഒരു കൗൺസിലിംഗ്, ഇപ്പോൾ ഓരോ ജില്ലകളിലും പോലീസിൻ്റെ തന്നെ കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ കൗൺസിലിങ്ങിനും പല രീതിയിലും നമ്മൾ നോക്കാറുണ്ട്. പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറിന് എത്ര പേരെ 2,000 പേരെ പിടിക്കണമെങ്കിൽ 10,000 പേരെ രക്ഷിച്ചിട്ടുണ്ടാവില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 കയ്യിൽ അപ്പുറം കിടക്കില്ല. മനസ്സിലായ? എളുപ്പമല്ല, അപ്പുറം കിടക്കില്ല, എളുപ്പമല്ല. ഈ ഒരു ചതിയിൽ ഈ ഒരു ലോകത്ത് നാർക്കോട്ടിക് ലോകത്തിൽ വീണിട്ടുണ്ടെങ്കിൽ റിക്കവറി വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ രക്ഷപ്പെട്ട അപൂർവം കഥകൾ എനിക്ക് പറയാറില്ല. അതിലൊരു കഥ എനിക്ക് ഓർമ്മ വരുന്നത്, പാലക്കാട് നിന്ന് ഒരു ഫാമിലി എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മകൻ ഇങ്ങനെ ലഹരിയായിട്ട് ഉപയോഗിച്ച് ഞങ്ങൾ ഉപദ്രവിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു പരാതിയായിട്ട് വന്നതാണ്.
എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ പയ്യൻ നല്ലൊരു സൈസ് ഉണ്ട്, ഏകദേശം ഒരു 6 അടിയുടെ ഒരു ലെവലുണ്ട്, നല്ല സൈസ് ഉണ്ട്. അപ്പോൾ ഇവനോട് ഞാൻ ചോദിച്ചു, നിൻ്റെ ഈ ആരോഗ്യം നീ എന്തിനാ വീട്ടുകാരെ കിട്ട് കയറാൻ നോക്കുന്നത്? നിനക്ക് ആരോഗ്യം നീ പോസിറ്റീവായിട്ട് നീ എടുക്കുക. നീ ഒരു ബോക്സിങ്ങിനൊക്കെ നീ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കത് നല്ലപോലെ അതിൽ ഷൈൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, സാറേ എനിക്ക് ബോക്സിങ് എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ വീട്ടുകാർ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ സെക്ഷൻ ഞാൻ വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പനെ വിളിച്ചു പറഞ്ഞു, ഇവന് നല്ല ആരോഗ്യമുണ്ട്, ഇവനത് പറഞ്ഞപ്പോൾ ഒരു താല്പര്യമുണ്ട്, ബോക്സിങ്ങിന് വിടാൻ നോക്കുന്നു പറഞ്ഞു. അപ്പോൾ സാറേ ശരി സാറ് ബോക്സിങ്ങിന് വിടാം, അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം അവരൊരു സ്വീറ്റ്സായിട്ട് എൻ്റെ അടുത്ത് വന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, മറക്കില്ല. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ സാറ് അന്ന് അങ്ങനെ പറഞ്ഞ കാരണം ബോക്സിങ്ങിലേക്ക് ഇവനെ വിട്ടു. പിന്നെ അവൻ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചു, ഭയങ്കര ക്രേസായി മാറി. ഇവന് ആ വർഷത്തെ സ്റ്റേറ്റ് ബോക്സിങ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് ഇവന് കിട്ടി. അതിൻ്റെ വീഡിയോ അടക്കം എനിക്ക് അയച്ചു, ഇപ്പോഴും വീഡിയോ എൻ്റെ മൊബൈലുണ്ട് ബിൻ ചെയ്തിട്ടുള്ളത് ഭാഗം. അപ്പം അങ്ങനെ ഒന്ന് വഴിതിരിച്ചു വിടാൻ പറ്റും. അങ്ങനെ അപൂർവമുള്ള പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജിൽ സാർ വന്നു. ഈ സ്റ്റുഡൻസുമായിട്ടും പേരൻസുമായിട്ടും ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് സാറ് ഒരു ഇടപെട്ടു, സാറിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് അതിൻ്റെ അകത്ത്. പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. കൂടാതെ ഞങ്ങൾക്കും ഇതുപോലെയുള്ള ഇനീഷ്യേറ്റീവ്സിൽ മുന്നോട്ട് പോയേ ഒക്കുകയുള്ളൂ. ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടും ഈ തലമുറയിലും ഈ പ്രായത്തിലുമുള്ള വിദ്യാർത്ഥികളെ കൂടുതൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് കൊണ്ടും അപ്പോൾ അതിലെല്ലാം സാറിൻ്റെ സഹായം മുന്നോട്ടുള്ള വർഷങ്ങളിലും പ്രതീക്ഷിക്കുന്നു. എന്നെ ഈ പ്രൊവിഡൻസ് കോളേജിൽ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു അറിയിപ്പ് കിട്ടി. പറഞ്ഞാൽ ഇത്ര ദൂരം ഞാൻ പോണത് കാരണം വേറെ എനിക്ക് കുറേ ക്ലാസ്സുകളുണ്ട്. അപ്പം ഞാൻ ഇവിടുത്തെ എൻ്റെ ബാച്ചിലുള്ള കുറച്ച് ഓഫീസർമാരുണ്ട്, സിറാജ്, നിയാസ്, അവരൊക്കെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, പ്രൊവിഡൻസ് കോളേജിൽ നിന്നെ വിളിച്ചോ, നീ ആ ചാൻസ് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല, നീ എന്തായാലും പോകണം, അങ്ങനത്തെ ഒരു സംഭവമാണ് ആ കോളേജിന്, അത്രയും വലിയൊരു കോളേജിൻ്റെ ക്യാമ്പസാണ്, എന്തായാലും പോകണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ കണ്ടുപിടിപ്പായി. കാരണം അത്രയും വലിയൊരു സ്ഥാപനം, അവിടെ എന്തായാലും ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ അവിടെ വന്ന് എടുത്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് രീതി വന്ന് ഇവിടുത്തെ ആംബിയൻസ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എൻ്റെ സാറിന് ഇനിയും ഉണ്ടായിരിക്കുന്നതായിരുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.